പറഞ്ഞ പോലെ തന്നെ. അനന്തേട്ടനറിയോ, പണ്ട് നമ്മുടെ മുതുമുത്തച്ഛനായ മാധവ ഗുരുക്കളുടെ കാലത്ത് അമൂല്യങ്ങളായ പലതും ഇതിനകത്ത് സൂക്ഷിച്ചിരുന്നു. സിദ്ധയോഗികളെ പേടിച്ച് നാഗമാണിക്യവും താളിയോലകളും ഒക്കെ. പക്ഷേ നാഗമാണിക്യത്തെക്കാൾ വാല്യുബിൾ ആയിട്ട് ഒന്നിവിടെ ഉണ്ട്. അതെന്താ? അതൊക്കെയുണ്ട്. അതെ, ഇവിടെ ഇങ്ങനെ കറങ്ങണ്ട കേട്ടോ, നമുക്ക് പോവാം. അങ്ങനെ അങ്ങ് പോവാനോ? നാഗമാണിക്യം കാണാതെ ഇവിടുന്ന് പോകുന്ന പ്രശ്നം ഒതുക്കുന്നില്ല. ഇതിനകത്താണ്. അങ്ങനെ അമേരിക്കയിൽ നിന്ന് വന്നു കരുതി നാഗമാണിക്യം പെട്ടെന്ന് കാണാനൊന്നും പറ്റില്ല. അതിനൊക്കെ ഒരു യോഗവും ഭാഗ്യവും ഒക്കെ വേണം. പിന്നെ മാടമ്പിയിലെ പെണ്ണിന്റെ സാന്നിധ്യവും വേണം. അതുണ്ടല്ലോ. അതുണ്ട്. പക്ഷെ കുഞ്ഞൂട്ടന്റെ അനുവാദമില്ലാണ്ട് നാഗമാണിക്യം കാണാൻ പറ്റില്ല. ഓ, കുഞ്ഞൂട്ടൻ. അമ്മ പറഞ്ഞിട്ടുണ്ട് കുഞ്ഞൂട്ടനെ പറ്റി. അനന്തേട്ടൻ അറിയോ കുഞ്ഞൂട്ടനെ? പിന്നെ ആ ദിഗംബരന്റെ ആഭിചാരങ്ങൾ കാരണം കുഞ്ഞൂട്ടൻ ഇപ്പൊ ഇങ്ങോട്ട് വരാറേ ഇല്ല. കുഞ്ഞൂട്ടനില്ലാതെ നാഗമാണിക്യം കാണാനും പറ്റില്ല, കുഞ്ഞൂട്ടനെ ആണെങ്കിൽ കാണാനും ഇല്ല. അല്ല, അപ്പൊ ഭദ്ര നാഗമാണിക്യം കണ്ടിട്ടില്ലേ? അങ്ങനെ ചോദിച്ചാ ഞാൻ കണ്ടിട്ടൊന്നുമില്ല. പക്ഷെ എന്നെ സുഭദ്രച്ച് കണ്ടിട്ടുണ്ട്. ഓ, വെയിറ്റ്. നാഗ, നാഗയക്ഷ, നാഗരാജ, നാഗവൃക്ഷ, നാഗ, നാഗയക്ഷ, നാഗരാജ, നാഗവൃക്ഷ, നാഗ, നാഗയക്ഷ, നാഗരാജ, നാഗവൃക്ഷ. കുഞ്ഞൂട്ടൻ. കുഞ്ഞൂട്ടാ, മനസ്സിലുള്ള ആഗ്രഹം സത്യസന്ധവും പരിശുദ്ധമായിരിക്കണം. എങ്കിൽ മാത്രമേ നാഗമാണിക്യം ദർശിക്കാൻ കഴിയൂ. നല്ലോണം പ്രാർത്ഥിച്ചോണേ. ഭഗവാനെ, അനന്തേട്ടന്റെ ആഗ്രഹങ്ങളൊക്കെ സാധിച്ചു കൊടുക്കണേ. എൻ്റെ അമ്മ ജീവിച്ച പോലെ ഇഷ്ടപ്പെട്ട ആളിനോടൊപ്പം എനിക്കും ജീവിക്കാൻ സാധിക്കണേ.